ഗവർണർ സർക്കാർ പോര് രാഷ്ട്രീയമായി പ്രയോജനം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് CPM-ഉം BJP-യും. കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനുമെതിരെ തുടർച്ചയായ സമരരംഗത്തുള്ള പ്രസ്ഥാനമെന്ന് CPM-ന് അവകാശപ്പെടാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത് മുതൽക്കൂട്ടാവും. പൂർണ്ണമായും രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് മാറിയാൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും ഒഴിവായി കിട്ടും. കേരളത്തിൽ വിഷയങ്ങളൊന്നും ഇല്ലാതിരുന്ന BJP-ക്കും ഇത് സുവർണാവസരമാണ്. ഗവർണറാണ് മികച്ച പ്രതിപക്ഷമെന്ന ജനങ്ങളെ കൊണ്ട് പറയിക്കുകയാണ് ലക്ഷ്യം. ചിത്രത്തിൽ CPM-ഉം BJP-യും മാത്രം. ഇങ്ങനെ എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലെത്തിയാൽ എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ്. അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഗവർണർക്കെതിരെ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുന്നത്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിശദീകരിച്ച് ഗവർണറും കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകും. രാഷ്ട്രപതി ഭരണത്തിന്റെ ഒരു ആവശ്യവുമില്ല. നിയമവാഴ്ച ഉറപ്പുവരുത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് ശരിയായി പഠിച്ചിട്ടുള്ള ആളാണ് കേരള ഗവർണർ. BJP ദേശീയ സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ഗവർണറുടെ നീക്കങ്ങൾ. സർക്കാരും CPM-ഉം യുവജന വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്ന നീക്കങ്ങളും ഉറച്ച രാഷ്ട്രീയ തീരുമാനമാണ്. ചിത്രത്തിന് പുറത്താക്കുന്നത് കോൺഗ്രസും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും സമാനമായിരുന്നു സ്ഥിതി. ശബരിമല വിഷയത്തെ മുൻനിർത്തിയാണ് BJP-യും CPM-ഉം നേർക്കുനേർ കൊമ്പുകോർത്തത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.